എടാ നീ ട്യൂഷന് പോയില്ലേ? കണക്കായിരുന്നു. കണക്കിനല്ലേ ട്യൂഷന് വിട്ടത് നിന്നെ? എനിക്ക് പഠിക്കാൻ പറ്റാത്തോണ്ടാണ് ഞാൻ പോവാത്തെ. നിനക്ക് പഠിക്കാൻ പറ്റാത്തോണ്ടല്ലേ ഇല്ലാത്ത കാശ് കൊടുത്ത് നിന്നെ കണക്കിന്റെ ട്യൂഷന് വിടുന്നത്. വിശക്കാനാ? വേഗം ഞാൻ എന്തെങ്കിലും തരും, തിന്നിട്ട് മര്യാദയ്ക്ക് ട്യൂഷന് പോയിക്കോ. പറ്റില്ല. അമ്മ എവിടെടാ? അമ്മ ട്യൂഷന് പോയി. ആ നീ അകത്തേക്ക് ചെല്ലിട്ടോ, നല്ല കോളായിരിക്കും. അച്ഛനുണ്ട് അവിടെ. ആ ആ നിന്റെ കള്ളമടി. ചേച്ചി ഇവിടെ ആരും ഇല്ലേ? ചേച്ചി ആ വേഗം വാ, വേഗം വാ. ഞാൻ നിങ്ങളെ കാണാൻ നിൽക്കായിരുന്നു. എന്നെയോ? ആ നിങ്ങൾ അന്ന് എനിക്കൊരു മാക്സി തന്നില്ലേ, അത് മൊത്തം കളറും പോയി. കളർ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ആ ചേച്ചി. കളറ് പോയി, മൊത്തം കളറും പോയി, ഒരൊറ്റ അതുമില്ല. ഇതുവരെ ആരും കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല. ഞാനിവിടെ എത്ര വീടുകളിലൊക്കെ തുണി കൊടുത്തിട്ടുണ്ട്. ആ എനിക്കറിയില്ല, ഒരു പ്രാവശ്യം ഇട്ടതേ ഉള്ളൂ. ഒരു പ്രാവശ്യം ഇട്ട് അലക്കി ഉണക്കിയിട്ടപ്പോഴത്തേക്കും ഫുള്ള് കളർ അങ്ങ് പോയി. ആണോ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, എന്തായാലും നിങ്ങളെ നൈറ്റിയേന് വേണ്ട, വേഗം സ്ഥലം വിട്ടാ. അയ്യോ ചേച്ചി, ഞാൻ വന്നത് ആ കാര്യം പറയാനല്ല. പിന്നെ വേറെ അല്ല, കഴിഞ്ഞ ആഴ്ചയൊക്കെ ഞാൻ ഇവിടെ തുണിയൊക്കെ വിൽക്കാൻ വേണ്ടി വന്നപ്പോഴേ എന്റെ വിരലിൽ നിന്ന് ഒരു മോതിരം കളഞ്ഞുപോയി. ആ അതെ, മോതിരം. അപ്പൊ ഞാനിങ്ങനെ എല്ലാ വീടുകളിലൊക്കെ ചോദിച്ച് ഇങ്ങോട്ട് വന്നതാണ്. ഒരു വെള്ളക്കല്ലുള്ള മോതിരാണോ അത്? ആ അതെ അതെ, വെള്ളക്കല്ല്. അതെ അതെ. ദൈവമേ, അത് ഞങ്ങൾക്ക് കിട്ടി. ഇവിടെ കിട്ടിയോ? കിട്ടി. വാസുവേട്ടാ, റസിയ, എടി റസിയ ഒന്ന് ഓടി വാ. ഒന്ന് വാടി വേഗം. വാസുവേട്ടാ, വാസുവേട്ടാ, ഇവിടെ കിട്ടിയേട്ടോ. എന്താണ്? ദേ ഒന്ന് വേഗം വന്ന്. എടി മോതിരത്തിന്റെ ഉടമ വന്നിരിക്കുന്നു. ആ ഇവരതാന്നല്ലോ. പോയി. അത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ നൈറ്റ് വിൽക്കാൻ വന്നപ്പം വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി ഒരു നൈറ്റ് മേടിച്ചായിരുന്നു. അതെ അതെ. ദേ ഇവരതാന്നൂല ആ മോതിരം. ആ എന്റെ ആണ്. എത്ര വലിപ്പമുണ്ട് നിങ്ങളുടെ മോതിരം? അത് എന്റെ ഈ വിരലിൽ കിടന്ന മോതിരമാണ്. ഏകദേശം 1 പവനോളം വരും. 1 പവനോളം വരും. വീട്? ഞാനിവിടെ അടുത്താ താമസിക്കുന്നത്. ഇതിപ്പോ നിങ്ങളുടെ മോതിരാണെന്ന് എങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലാവും? പറഞ്ഞല്ലോ, എന്റെ തന്നെയാണ് സാർ. അല്ല അങ്ങനെ പറഞ്ഞിട്ട് കാര്യമല്ലോ. ഇവിടെ ഇനിയിപ്പോ വേറെ ആൾക്കാർ വന്നിട്ട് ഞങ്ങളുടെയാണെന്ന് പറഞ്ഞാലോ? ഇല്ല, വേറെ ആരും വരത്തില്ല. ഒരു നടുക്കൊരു വെള്ള കല്ലൊക്കെ വെച്ച മോതിരമാണ്. എന്റെ തന്നെയാണ്. അതെ അതെ. അല്ല, അതിന്റെ വല്ല ഫോട്ടോ ഉണ്ടാ? മോതിരത്തിന്റെ ഒക്കെ ഫോട്ടോ എങ്ങനെയാ ചേച്ചി എടുത്ത് വെക്കുന്നത്? കയ്യിലിടുമ്പോ എടുക്കൂലോ? അത് കൈയുടെ ഫോട്ടോ ആരും എടുക്കാറില്ലല്ലോ. മാലയൊക്കെ ആണെങ്കിൽ പിന്നെ കഴുത്തേര്. അല്ല, ഇതിപ്പോ എന്താ സംഭവം എന്നറിയോ? അതേമാതിരി പല ആൾക്കാരും വന്നിട്ട് ഞങ്ങളുടെയെന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ അതിന് മാത്രം മോതിരം ഒന്നും ഇരിക്കാനല്ലേ എടുത്തു കൊടുക്കാനേ. ചേട്ടാ, ഇത് അന്വേഷിച്ച് ആരും വരത്തില്ല. ഇവിടെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ വേറെ കാര്യം എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടല്ലോ. എന്തിനാ അങ്ങോട്ട് പോകുന്നു? പിന്നെ പരിയം കുട്ടിയത് ഞാൻ അടിക്കടി വേറെ പോകുന്നത് സഹജം തന്നെ. ഇത് അതെ, നിങ്ങളിപ്പോ ഇതിപ്പോ നിങ്ങളുടെയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് എടുത്തു തന്നു കഴിഞ്ഞാൽ അതിന്റെ പുറകെ വേറെ ആളും കൂടി വന്നിട്ട് ഇത് ഞങ്ങളുടെയാണെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ? അങ്ങനെ വരത്തില്ല സാർ, ഉറപ്പാ. അല്ലല്ല, അങ്ങനെ വരുമോ നോക്കണം ഞങ്ങൾ. അലിയ സൊല്ല്, ആര് ഇത്? എന്നെ പ്രശ്നം? ആ മോതിരത്തിന്റെ ആളാണ്. ഉങ്ങൾ മോതിരമാ പോச்சு. അതിനെ കടച്ചിട്ടില്ല, അത് എടുത്തു കൊടു. ആള് വന്ന കൊടുക്കാന്ന് சொல்லிച്ചില്ലേ, പാവോ. അത് എടുത്തു കൊടുക്ക. ഞങ്ങൾ കൊടുത്തോളാം. അതെ ദൊരേ, ഇതിന് മുമ്പും ഇതേമാതിരി ഞങ്ങളുടെയാണെന്ന് പറഞ്ഞിട്ട് വന്ന ആൾക്കാരുണ്ട് ഇവിടെ. എന്റെയാണ് അത് മറ്റേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പാട്ടിയുടെ മോതിരാന്ന് പറഞ്ഞിട്ട് ആൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു കണക്കിനാ ഞങ്ങൾ രക്ഷപ്പെട്ടേ. അപ്പൊ ഇനിയിപ്പോ അതേമാതിരിയാണെന്ന് ഞങ്ങൾക്കൊന്ന് ചോദിക്കണല്ലോ. അപ്പൊ ഈ തിരക്ക് കൂട്ടല്ലേ കേട്ടോ? എന്റെ സ്വഭാവം തരുമില്ല, അന്തമാരിയാണ്. ബന്ധമുള്ളവരെന്നെ കളിക്കാം. നമുക്കിത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാം. അതാണല്ലേ? അല്ല, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അവര് സ്വർണ്ണെല്ലാം എടുത്ത് കൊടുങ്ങത് പോട്ടു പാവം. അമ്മേ, ബിസ്ക്കറ്റ് ഒന്ന് വിശക്കണ്. ബിസ്ക്കറ്റ് തെരഞ്ഞു അവിടെ നിന്നേ. അതെ, നിങ്ങളുടെ മോതിരം ഇതിലേതാ? നിങ്ങളുടെ മോതിരം വെള്ള കല്ല് വെച്ച മോതിരം അവർക്ക് പാത്താ തരുമില്ലേ? വെള്ള കല്ല് വെച്ച മോതിരം. അതായത് ഈ മോതിരം. എന്നോട് പാര ഇതിന്റെ ഇടയിൽ അത് വേണം പറഞ്ഞ അത് അവരോട് ചോദിച്ചല്ലേ? അവർക്ക് പോണ മോതിരം തരുമില്ല. അതിന് നമ്മ சொல்லிடுமா? അത് കേട്ടിച്ചില്ലേ? കൊടുത്തു കൊടുക്ക പാവം. ആ കൊടുക്കാ. നീ വെറുതെ വർത്താനം പറഞ്ഞു. ആ ഇത് തന്നെയാണ്. എന്ത് അച്ഛമ്മടെ ഞാൻ അമ്മൂലേ കളിക്കാൻ പോയപ്പോലേ അമ്മൂടെ ഇങ്ങനെ അമ്മ ഇങ്ങനെ ആക്കിക്കൊണ്ടിരുന്നിട്ടാ. അപ്പൊ അമ്മൂടെ നിലത്ത് വീണ് കണ്ണിന്റെ ഇടയൊക്കെ തപ്പി ഞാൻ കിട്ടിയില്ല. പക്ഷെ നീ എന്നിട്ട് എന്താ അന്ന് പറയാഞ്ഞത്? കണ്ണി കണ്ട് നോണ പറയരുതിട്ടാ. വല്ലവരുടെ മുതലാണ് അത്. അത് എങ്ങനെ കിട്ടിയത്? കിട്ടിയത് അമ്മൂടെ
അമ്മൂടെ കയ്യിൽ ഇങ്ങനെ ഇങ്ങനെ കളിക്കണ്ടായിരുന്നു അതെ അമ്മൂനെ എവിടെ നിന്ന് കിട്ടി? അമ്മൂന് പെട്ടിന്റെ ഉള്ളിൽ നിന്ന് അച്ഛവിടെ അച്ഛമ്മേന്റെ പെട്ടിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ്. അപ്പൊ അച്ഛമ്മയുടെ പെട്ടി നിങ്ങൾ എടുത്ത് കളിച്ചോ? ആ ഇപ്പൊ നിലത്ത് വീണതാ. അച്ഛമ്മേന്റെ തന്നെയാണത്. ആ ദൈവമേ, ഇതാണ് ആ മോതിരം. ഇതന്നെ അപ്പൊ എന്താ പറയാ ഇത്ര ദിവസം പേടിച്ചിട്ട് ഞാൻ പേടിച്ചിട്ട്. ഈ മോതിരം നിങ്ങളുടെയാണോ? നിങ്ങളുടെ മോതിര എന്റെ മോതിരമാണ്. അതെങ്ങനെ? എന്നാ ഒരു കാര്യം ചെയ്യ്, ഇത് ഏതാ മോതിരം നമുക്ക് ഇനി പോലീസ് സ്റ്റേഷനിൽ പോവാ. അല്ല ഞങ്ങള് വാ, ഒരു വണ്ടി വിളിച്ചാ. അയ്യോ സാർ വേണ്ട സാർ, വിളിക്കല്ലേ, പോലീസിനെ വിളിക്കല്ലേ. എന്താ നിങ്ങളുടെ മോതിരല്ലേ, പിന്നെ എന്താ നിങ്ങൾ പേടിക്കണേ? അയ്യോ വേണ്ട അല്ല ഇങ്ങോട്ട് നിങ്ങൾക്ക് കൊണ്ടുപോവാ. വേണ്ട. നീ പോലീസിനെ വിളിച്ചാ. അതെ ചേട്ടാ, അത് എന്നോട് ഈ സാറ് പറഞ്ഞിട്ടാണ്. സാറോ? ഇവനാ? ഇപ്പോളോ ഇപ്പൊ എങ്ങനെയുണ്ട്? എന്താ വെള്ളം ഇറക്കണേ? എന്താ വെള്ളം ഇറക്കണ്ട? ആദ്യത്തെ തട്ടിപ്പ് എന്റെ നടന്നില്ല, ഇപ്പൊ രണ്ടാമത്തെ വേറെ ആളെയും കൊണ്ട് വന്നൊക്കെ ചെയ്യല്ലേ? അന്നൊക്കെ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാൻ വേണ്ടേ? അല്ല മൂപ്പര് എന്താ പറഞ്ഞേ? അത് ഞാൻ ഇതിലെ തുണിയൊക്കെ വിൽക്കാൻ വേണ്ടി വന്നപ്പോൾ അവനെ വഴി കണ്ട് ഇങ്ങനെ പറഞ്ഞു, ഒരു മോതിരം ഉണ്ട്, അത് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ വിറ്റിട്ട് നമുക്ക് പകുതി പൈസ എടുക്കാം. എനിക്കൊരു 1000 രൂപയും കൂടെ തന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇതാണ് അംഗം. ഡേ നടന്നേ, ഞാൻ അവരവരുടെ കുടുംബക്കാർ തമ്മിലായിക്കോളും. നമുക്ക് ഈ വക കാര്യങ്ങൾ ഇടപെടാൻ പറ്റില്ല. പൈസ ഉണ്ടോ? പൈസ നിങ്ങൾ വെച്ചോ. സാർ പോലീസിലൊന്നും അറിയിക്കില്ലേ? ഇല്ല എവിടെ കാശ് കൊടു, കാശ്. അവിടെ നിൽക്ക്. കാശും നിന്നെ പോലെ ഒരു അളിയനാണ് എനിക്ക് വേണ്ടത് കേട്ടോ. വലിയ ഉപകാരങ്ങൾ ചെയ്തു തന്നോണ്ടിരിക്കുന്നുണ്ട്.